സിറിയയിലെ സ്ഥിതിവിശേഷം അതീവ ഗുരുതരമെന്ന് അറബ് രാജ്യങ്ങളും റഷ്യയും ഉൾപ്പെടെയുള്ള 8 രാജ്യങ്ങൾ. സംയുക്ത പ്രസ്താവനയിലാണ് സിറിയയിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പ്രസിഡന്റ് ബഷർ അൽ അസദ് രാജ്യം വിട്ടുപോയതായി ഭീകര സംഘടന ഹയത്ത് തെഹ്രീർ അല്പം മുൻപ് അറിയിച്ചു. ദമാസ്കസ് പൂർണ്ണമായും നിയന്ത്രണത്തിലായെന്നും ഭീകരർ പ്രഖ്യാപിച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിശദാംശങ്ങൾ. തീർച്ചയായും രോഹിണി, ഏറെ സങ്കീർണമായ വാർത്തകളാണ് ഇപ്പോൾ സിറിയയിൽ നിന്നും പുറത്തു വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സിറിയയിൽ അതിശക്തമായ ആക്രമണം നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ ഈ ഗൊലാൻ കുന്നുകൾ കടന്ന് ഇസ്രായേൽ സേന സിറിയയിലേക്ക് പ്രവേശിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ തുടർച്ചയായി പുറത്തു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകാധിപത്യ ഭരണം അവസാനിച്ചുവെന്ന് ഹയത്ത് തെഹ്രീർ അൽ ഷം എന്ന ഭീകര സംഘടന ഇപ്പോൾ നിലവിൽ ഈ വിമത നീക്കം നടത്തുന്ന ഭീകര സംഘടന വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. ബഷർ അൽ അസദിനെ സ്ഥാനഭ്രഷ്ടനാക്കി ബഷർ അൽ അസദ് രാജ്യം വിട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യം വിട്ടുന്നതിന് മുമ്പ്, അതായത് ഇന്നലെ രാത്രി തന്നെ ഹോംസ് നഗരം പൂർണ്ണമായും പിടിച്ചെടുത്തു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. നമുക്കറിയാവുന്നതാണ്, ലബനൻ അതിർത്തിയിലുള്ള ഹോംസ് നഗരം ശക്തമായ സ്വാധീനമുള്ള, ഹിസ്ബുള്ളയ്ക്ക് പെട്ടെന്ന് എത്താവുന്ന ഒരു സാഹചര്യമുള്ള പ്രദേശമായിരുന്നു. അവിടെ നിന്ന് ഹിസ്ബുള്ളയെ പൂർണ്ണമായും അതിർത്തിക്കപ്പുറത്തേക്ക് ഒഴിവാക്കി എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ സിറിയയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്ന വിവരവുമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഗൊലാൻ കുന്നുകൾ കടന്ന് ഇസ്രായേൽ സൈന്യം സിറിയയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യമേത് എന്ന് ഉടൻ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ബഷർ അൽ അസദ് രാജ്യം വിട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ബഷർ അൽ അസദിനെ ഇന്നലെ തന്നെ രാജ്യം വിട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. രാജ്യം വിട്ടതിന് ശേഷം ഡമാസ്കസ് നഗരം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണാധികാരത്തിലാക്കിയെന്നും ഈ ഭീകര സംഘടന ഹയത്ത് തെഹ്രീർ അൽ ഷം എന്ന് പറയുന്ന ഭീകര സംഘടന ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. ഈ വ്യക്തമാക്കി കഴിഞ്ഞതിന് പിന്നാലെ തുടർച്ചയായ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇതിലേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ബഷർ അൽ അസദ് രാജ്യം വിട്ടു എന്നൊരു വിവരം. ആ രാജ്യം വിട്ടു എന്ന വിവരം ഏതാണ്ടൊക്കെ എല്ലാ വാർത്താമാധ്യമങ്ങളും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം മാത്രമാണ് ഇനി വരാനുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനയെ ശക്തമായി എതിർക്കാനുള്ളൊരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് ഇത് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അതീവ ഗൗരവതരമായ ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ സേന കടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് നവംബർ 27 കൂടിയാണ് ഈ സംഭവവികാസങ്ങൾ ഒന്നൊന്നായി ആരംഭിക്കുന്നത്. അത് അലപ്പോ നഗരം പിടിക്കുന്നതായിരുന്നു ആദ്യമുണ്ടായ ഒരു സംഭവവികാസം. അലപ്പോ നഗരത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഈ വിമത സൈന്യം അല്ലെങ്കിൽ വിമതർ, ഈ ഭീകര സ്വഭാവമുള്ള സംഘടനകൾ പൂർണ്ണമായും പിടിച്ചെടുത്തു. അലപ്പോ നഗരത്തിൽ നിന്നാണ് ആദ്യം സിറിയൻ സൈന്യം ഔദ്യോഗികമായി പിന്മാറിയതായി അറിയിക്കുന്നത്. പിന്നീട് ഹമ നഗരത്തിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഹോംസ് നഗരത്തിലും ശക്തമായ ആക്രമണം നടത്തി അതും പിടിച്ചടക്കിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഡമാസ്കസിൻ്റെ 2 ദിശകളിൽ നിന്നും ഇവർ ഇരച്ചു കയറിയെന്ന വിവരമാണ് പുറത്തു വന്നിരുന്നത്. അതായത് 2 ഇടങ്ങൾ, വടക്കൻ അതിർത്തിയിൽ നിന്നും തെക്കൻ അതിർത്തിയിൽ നിന്നും ഡമാസ്കസിലേക്ക് വൻതോതിലൊരു വിമത മുന്നേറ്റം നടന്നു, ഈ ഭീകര സംഘടനയുടെ മുന്നേറ്റം നടന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഈ ഭീകരർ അവകാശപ്പെടുന്ന ആ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു സംഭവവികാസം നടന്നു എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. ഡമാസ്കസ് ഇപ്പോൾ ഭീകരരുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു. അതുപോലെ തന്നെ ബഷർ അൽ അസദിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം പിന്മാറിയിരിക്കുന്നു എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്നും ലഭ്യമാകുന്ന ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നത്. വളരെ സ്വതന്ത്രമായി ഭീകരർ തെരുവുകളിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലുമെല്ലാം വിന്യസിക്കുന്ന, അല്ലെങ്കിൽ അവർ സ്വസ്ഥമായി വിഹരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. സ്വാഭാവികമായും അത് ഒരു സൂചന തന്നെയാണ്, ദൃശ്യങ്ങളിൽ നിന്നുള്ള വ്യക്തമായൊരു സൂചന തന്നെയാണ്. ഇതേസമയം അന്താരാഷ്ട്ര തലത്തിൽ പല നീക്കങ്ങളും ഉണ്ടാകുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ റഷ്യയും ചേർന്ന് സിറിയയിലെ സംഭവവികാസങ്ങൾ അതീവ ഗുരുതരമെന്നും അതീവ ഗൗരവമുള്ളതുമെന്ന് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും അറബ് രാഷ്ട്രങ്ങളും റഷ്യയും ചേർന്ന് ഇത്തരത്തിലൊരു നിലപാട് അറിയിക്കുന്നത് വളരെ ശക്തമായൊരു നീക്കത്തിന് തന്നെ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കറിയാവുന്നതാണ്, ആദ്യം അലപ്പോ നഗരം പിടിച്ചെടുത്ത വിമതരുടെ നീക്കം നടന്നപ്പോൾ ശക്തമായ മുന്നേറ്റവുമായി എത്തിയത്, അല്ലെങ്കിൽ ശക്തമായ സൈനിക പിന്തുണ, എയർഫോഴ്സ് പിന്തുണയുമായി എത്തിയത് റഷ്യയാണ്. റഷ്യ ശക്തമായൊരു നീക്കം നടത്തിയതിൻ്റെ ആ ഒരു പിന്തുണയിലാണ് വീണ്ടും സിറിയൻ സൈന്യം എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചതും, അല്ലെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ പോലും സാധിച്ചത് റഷ്യയുടെ ഒരു നീക്കത്തിലൂടെയാണ്. പക്ഷേ പിന്നീട് റഷ്യ കാര്യമായ ഇടപെടൽ നടത്തിയില്ല എന്നത് മാത്രമല്ല, ഇപ്പോൾ ഈ നയതന്ത്ര തലത്തിലുള്ള അല്ലെങ്കിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് മാത്രമുള്ള ഒരു ഇടപെടലാണ് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഇതിനോടൊപ്പം, അതായത് റഷ്യയോടൊപ്പം നിൽക്കുന്നു എന്ന സൂചന തന്നെയാണ് അതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. അത്തരത്തിലൊരു പ്രസ്താവന റഷ്യയോടൊപ്പം അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഇസ്രായേൽ
ഇപ്പോൾ കടക്കുകയും ചെയ്തുവെങ്കിൽ അമേരിക്ക തീർത്തും നിശബ്ദരായിരിക്കുന്നു. അത് ഡൊണാൾഡ് ട്രംപ് വളരെ കൃത്യമായി ഇത് പറയുകയും ചെയ്തു. അതായത് സിറിയയിലെ വിഷയങ്ങളിൽ അമേരിക്കയ്ക്കോ ഡൊണാൾഡ് ട്രംപിനോ ഒന്നും ചെയ്യാനില്ല എന്നൊരു നിലപാട് വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തു. ഇതിനിടെ UN സെക്രട്ടറി ജനറൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്നൊരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സിറിയയുടെ ഭരണം വിമതരുടെ കൈവശമായിരിക്കുന്നു. ഇനി പ്രശ്നങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിന് സൈനിക നടപടികൾ പോലും ആരംഭിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളിൽ മറ്റു പല സൂചനകളും പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടി ഇതിനൊന്നും സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തീർത്തും നമുക്ക് സ്ഥിരീകരിക്കാവുന്ന അല്ലെങ്കിൽ ഒരു കൃത്യത നൽകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യം ഗൊലാൻ കുന്നുകൾക്ക് കടന്ന് കൃത്യമായി സിറിയയിൽ കടന്നിരിക്കുന്നു എന്നൊരു വിവരം മാത്രമാണ് സ്ഥിരീകരിക്കാവുന്ന ഏതെങ്കിലും ഒരു വിവരമായി നമുക്ക് നൽകാനുള്ളത്. രോഹിണി.